അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുന്നോട്ടേക്ക് പോകുന്നതിന് പകരം ഒരു വ്യത്യസ്തതയുണ്ട് എന്ന് വരുത്താൻ ആവശ്യമായ രീതിയിലുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ആ എടുത്ത നിലപാട് പാർട്ടി സംഘടനാ വിരുദ്ധമായ സമീപനമാണ്. അത് സ്വയം ഉൾക്കൊള്ളുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കൃഷ്ണദാസുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനിച്ചത്. പരസ്യതാക്കിയതാണ്, അല്ലെങ്കിൽ നിങ്ങളോട് പറയില്ലല്ലോ. രണ്ട് തരം താക്കീതുണ്ട്. ഒന്ന് പരസ്യമായിട്ടുള്ള താക്കീത്, അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യം. മറ്റൊന്ന് താക്കീത്, അത് പാർട്ടിക്കകത്ത് ചെയ്യുന്ന താക്കീതാണ്. ഇത് പരസ്യമായിട്ട് വന്ന പശ്ചാത്തലത്തിൽ പരസ്യമായ താക്കീത് തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, താക്കീത് പറയാണ്, സെൻസർ പറയാണ്. എന്ത് കാര്യം? താക്കീത് പറയാണ്, സെൻസർ പറയാണ്. താക്കീതാണ് ആദ്യത്തെ ശിക്ഷ. സെൻസർ അതിനേക്കാൾ കർശനമായ താക്കീതെന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം. ഇത് താക്കീതാണ്, പരസ്യമായിട്ട് പറയും, അത്രയും. അല്ലല്ല, അടുത്ത് സെൻസറിങ് ആണ്. അതും കൂടി കഴിഞ്ഞിട്ടാണ്, അത് പിന്നെ പരസ്യ സെൻസറിങ് ഉണ്ട്. അതും കഴിഞ്ഞിട്ടാണ് സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുക. അതിനുശേഷമാണ് സസ്പെൻഷൻ, അതിനുശേഷമാണ് ഡിസ്മിസ്. അല്ല, ഇപ്പോൾ തന്നെ അവിടെ പാർട്ടി പ്രക്ഷോഭത്തിലാണ് ഉള്ളത്. ജനങ്ങളാകെ പ്രക്ഷോഭത്തിലാണ്. പാർട്ടി മാത്രമല്ല, എല്ലാവരും പ്രക്ഷോഭത്തിലാണ്. എല്ലാവരും പകൽ വെളിച്ചം പോലെ മനസ്സിലായില്ലേ? ഒരു MLAക്ക് ഇതുമാതിരിയുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ലല്ലോ. എല്ലാവരും, ഞങ്ങളാരും പറഞ്ഞതൊന്നുമല്ലല്ലോ. ഈ പറഞ്ഞ ആത്മഹത്യ ചെയ്ത വിജയം നമ്മളാരും ആളല്ലല്ലോ. കോൺഗ്രസിൻ്റെ തന്നെ DCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 19 കൊല്ലക്കാലത്തിൻ്റെ ജീവിതം തുലച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ അവസാനത്തെ ദാരുണമായ ഒരു അന്ത്യം, അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം, അതിലൊന്നും നിങ്ങൾക്ക് വൈകാരികമായ ഒരു തലവും മാധ്യമങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇരട്ടത്താപ്പാണ് നിങ്ങൾക്ക് മുഴുവൻ കാര്യത്തില്ല. പരിശോധിക്കട്ടെ, അതൊക്കെ പരിശോധിച്ച് വരും. ഇത് ഞാനിപ്പോൾ പറയുന്നത്, ഇത് ഒരു ധാർമ്മികമായ പ്രശ്നമല്ലേ? ക്രിമിനൽ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണമൊക്കെ വരും. അത് വരാതിരിക്കില്ലല്ലോ. പോലീസ് നീങ്ങും. എന്താ നീങ്ങാണ്ട്? പോലീസ് കർശനമായ നിലപാടിലേക്ക് പോകും, അന്വേഷണം നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകും. അൻവർ മുമ്പേ UDFിൻ്റെ ഭാഗമാണ്. പിന്നെ വെറുതെ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഒന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. രാത്രി അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് അത്ര ഭാരം പരിപാടിയുണ്ട്. സാധാരണ അറസ്റ്റ് ചെയ്യുന്നല്ലേ. ഫോറസ്റ്റ് ഓഫീസ് തല്ലിപ്പൊളിക്കുന്നു എന്ന് വന്നാൽ ആ തല്ലിപ്പൊളിക്കുന്ന നേതൃത്വം കൊടുത്ത ആരായാലും XY അവരെ പേര് നടപടി ഉണ്ടാവുമല്ലോ. അതിൻ്റെ പ്രശ്നം നടപടി എടുത്തു, ജാമ്യം കിട്ടി, പുറത്തുണ്ട്. അത്ര തന്നെ. ഞാൻ വന്നിട്ടാകുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാണിച്ചു തരുന്നത് നമുക്ക് നോക്കാം. കാണിച്ചത് ഒരു വീരപരിവേഷമില്ല. ജയിലിൽ പോയതാ വീരപരിവേഷം. അതെന്തിന്? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ് വീരപരിവേഷം. ഒരു വീരപരിവേഷം സാധാരണ പോലെ അറസ്റ്റ് ചെയ്തിരിക്കും. അത്രയും കണ്ടാൽ മതി. പരിവേഷം കിട്ടണമെങ്കിൽ അയാൾ എന്തോ മഹാമേരുവായി നിൽക്കണ്ടേ? അയാൾ അറസ്റ്റ് ചെയ്തു. എന്താ കുഴപ്പം? ജയിലിലാക്കി, പിന്നെ കോടതിയിൽ പോയി, ജാമ്യം കിട്ടി. അതിലെന്തെങ്കിലും വലിയ പ്രശ്നം? സാധാരണ പോലെ. ഒരു പുതുജീവനുമില്ല ഇതിൻ്റെ അകത്ത്. അവസാനിക്കുമെങ്കിൽ അവസാനിച്ചത്, അല്ലെങ്കിൽ പുതുജീവനുണ്ടെങ്കിൽ പുതുജീവൻ. ഒരു ജീവനുമില്ല. UDF ആണ്. എന്ത് ജീവൻ? UDF ആവാൻ വലിയ ജീവൻ വേണോ? അയാൾ എവിടെ പോകുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഞങ്ങൾ വിട്ട കഴിഞ്ഞ കാര്യമാണ്. അതിന് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, ഒരു ഉത്കണ്ഠയുമില്ല. ഇതെല്ലാം കേരള രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം. 2 മുന്നണിയേ ഉള്ളൂ കാര്യമായിട്ട്. അതൊന്ന് കോൺഗ്രസും ഉൾപ്പെടെയുള്ള UDF ആണ്, മറ്റൊന്ന് LDF ആണ്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം കളിക്കാനേ കഴിയുള്ളൂ. അൻവറിനും അതേ കഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് അൻവറിനെ ഞങ്ങൾ തള്ളുമ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഇദ്ദേഹം UDFിലേക്ക് ചേക്കേറുമെന്നാണ്. ഇനി ഇത്രയും മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ.